അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മളൊരു പ്രഭാതത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. എന്തുകൊണ്ടും ലോകം മുഴുവനും തിരുവസന്ത പിറവിയായി ആഗ്രഹിക്കുന്ന വല്ലാത്ത പ്രവാചകനുരാഗികളുടെ കൽബകങ്ങളിൽ വലിയ ആത്മനിർവഹണത്തിന്റെ ഏറ്റവും വലിയ അനിർവചനീയമായ മദ്ഹുകൾ ഒഴുകുന്ന പുണ്യ റബീഉൽ അവ്വൽ. ആ റബീഉൽ അവ്വലിന്റെ ആദ്യ പകൽ അതൊരു വെള്ളിയാഴ്ച കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ നേട്ടമാണ്. നമുക്കൊക്കെ വലിയ കിട്ടിയ ഭാഗ്യമാണ്. ഇന്നലത്തെ രാത്രി വെള്ളിയാഴ്ച രാവ്, റബീഇന്റെ ആദ്യ രാവ്, എന്തുകൊണ്ടും വലിയ അത്ഭുതത്തിന്റെ രാവും പകലുകളുമാണ് അള്ളാഹു നമ്മുടെ ആയുസ്സിൽ തന്നിരിക്കുന്നത്. കഴിഞ്ഞ റബീഇൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് ഖബറിലാണ്. അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് വെള്ളിയാഴ്ചയാണ്. സ്വലാത്ത് കൊണ്ട് നബിയിലേക്ക് അടുക്കേണ്ട, മദീന കൽബിലേക്ക് കടന്നു വരേണ്ട സുന്ദരമായ നിമിഷങ്ങളാണ് രാവും പകലുമാണ് വെള്ളിയാഴ്ച രാവും പകലും. പ്രത്യേകിച്ച് റബീഉൽ അവ്വലും കൂടി ആകുമ്പോൾ അതൊരു വലിയ നിർണായകമായ രാവും പകലുമാണ് എന്ന് മറന്നു പോകരുത്. നമുക്കറിയാം, നബിതങ്ങൾ പറഞ്ഞത് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. പർദ ഇട്ടതുകൊണ്ടോ താടി വെച്ചതുകൊണ്ടോ ഉസ്താദായതുകൊണ്ടോ തങ്ങളായതുകൊണ്ടോ ഒന്നും നിങ്ങൾ വിശ്വാസിയാകൂല. എങ്ങനെ ഞങ്ങൾ വിശ്വാസിയാകേണ്ടത്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ ഭാര്യയെക്കാളും നിങ്ങളുടെ മക്കളെക്കാളും നിങ്ങളുടെ സമ്പത്തിനേക്കാളും കുടുംബത്തെക്കാളും എല്ലാത്തിനേക്കാളും നിങ്ങളുടെ കൽബിൽ ഞാനുണ്ടോ? നിങ്ങൾ വിശ്വാസിയാണ്. ഇല്ല എങ്കിൽ ഇബിതങ്ങൾ പറഞ്ഞു ലാ യുഅ്മിൻ, വിശ്വാസിയാകൂലെന്നാണ്. അതുകൊണ്ട് വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ് പ്രവാചക സ്നേഹമെന്ന് മറന്നു പോകല്ലേ. അതിന്റെ ഭാഗമാണ് റബീഉൽ അവ്വലിനെ ആദരിക്കൽ. അതിന്റെ ഭാഗമാണ് നബിദിനാഘോഷം. അറിവില്ലാത്ത വെളിവില്ലാത്ത പലരും പറയും നബിദിനം, നബിതങ്ങൾ വഫാത്തായ ദിനമല്ലേ, അതിനെ ആദരിക്കരുത്, അത് ബഹുമാനം, ഇതൊക്കെ എന്താ പറയാ, കാലു സലാമ. ഖുർആൻ പറഞ്ഞു കാലു സലാമ, അവരോട് സലാം പറഞ്ഞിട്ടേക്ക. അവരോട് നമുക്ക് പറയാം നമ്മുടെ കൽബ് അത് മദീനയിലേക്കാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മളൊരു സ്വലാത്ത് പരിചയപ്പെടുകയാണ്. സ്വലാത്ത് കൊണ്ട് നബിയിലേക്ക് അടുക്കാൻ കഴിഞ്ഞ വലിയ നേട്ടമല്ലേ. ഈ പരിശുദ്ധമായ സ്വലാത്ത് ഒരൊറ്റ തവണ ചൊല്ലിയാൽ 1,00,000 സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലമാണ്. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ ആദ്യ പകൽ നമ്മൾ പഠിക്കുന്ന സ്വലാത്താണ്. ഒരു തവണ ചൊല്ലിയാൽ 1,00,000 സ്വലാത്ത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര കോടിക്കണക്കിന് സ്വലാത്ത് റബീഉൽ അവ്വൽ 12 കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റിയാലോ എത്ര നേട്ടാണ്. ഒരു തവണ ചൊല്ലിയ 1,00,000 സ്വലാത്തിന്റെ പ്രതിഫലം. അങ്ങനെയാണെങ്കിൽ ഈ റബീഉൽ അവ്വൽ 12 കൊണ്ട് കോടിക്കണക്കിന് സ്വലാത്ത് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്ന അത്ഭുതത്തിന്റെ പാരമ്യതയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന അത്ഭുത സ്വലാത്ത്. ഒന്നാമത്തെ നേട്ടം, ഒരു തവണ ചൊല്ലിയാൽ 1,00,000 സ്വലാത്തിന്റെ പവർ, പ്രതിഫലം നിങ്ങൾക്ക് എഴുതപ്പെടും. 2, ഒരാൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ട്, കടമുണ്ട്, രോഗമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്, ആരെങ്കിലും കൊണ്ട് ഉപദ്രവങ്ങളുണ്ട്, അങ്ങനെ വിഷമങ്ങളുണ്ട്, എന്ത് മനസ്സിൽ കരുതിയിട്ട് 500 തവണ ഇത് ചൊല്ലിയാൽ അവന്റെ പ്രയാസങ്ങൾ അള്ളാഹു അവനറിയാതെ പരിഹരിക്കുന്ന. അതാണ് അത്ഭുതം. അവനറിയാതെ അതിന്റെ പരിഹാരം അള്ളാഹ് കാണുമെന്ന് മഹാരഥന്മാർ 500 തവണ നീയത്താക്കിയിട്ട് അങ്ങ് ചൊല്ലിയേക്കുക. ചെറിയ സ്വലാത്താണ്. ഉറപ്പായും നിങ്ങളറിയാത്ത മാർഗത്തിലൂടെ അള്ളാഹ് അലാ കുല്ലി ഷൈഇൻ ഖദീറല്ലേ, എല്ലാറ്റിനും കഴിവുള്ളവനല്ലേ. അള്ളാഹ്ക്ക് കഴിയും, നമുക്ക് കഴിയൂല. നമ്മൾ ഇനി എന്ത് എന്ന ചോദ്യചിഹ്നമാണ്. റബ്ബിന് അങ്ങനെ ഇല്ല. അള്ളാഹിന്റെ ഖജനാവ് വിശാലാണ്. അതുകൊണ്ട് 500 തവണ നീയത്താക്കി ചൊല്ലിയാൽ ഉറപ്പിച്ചോ നിങ്ങൾക്ക് നേട്ടമാണ്. മൂന്നാമത്തത്, കടങ്ങൾ കൊണ്ട് വലയുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലിന്റെ കമന്റ് ബോക്സ് എടുത്താൽ, അതുപോലെ നമ്മുടെ ചരിത്രങ്ങൾ കഥ പറയുന്ന പരിശുദ്ധമായ മുൻഗാമികളുടെ സ്വാലിഹീങ്ങളുടെ ചരിത്രങ്ങൾ പറയുന്ന ബദറിൻ തീരം ചരിത്ര കഥകൾ എന്ന ചാനൽ, അതോടൊപ്പം നമ്മുടെ തന്നെ ചാനലാണ് ബദറിൻ തീരം ആത്മീയ മജ്‌ലിസ്. ഈ 3 ചാനലിന്റെ കമന്റുകൾ എടുത്താൽ ഒരുപാട് കടമുണ്ട് ഉസ്താദ് വരക്കണമെന്നാണ്. ആ കടങ്ങളൊക്കെ വീട്ടിൽ കൊടുക്കട്ടെ. പ്രിയമുള്ളവരെ, കടങ്ങൾ വീടാൻ നമ്മൾ മനുഷ്യരാണ്. വീട് വെക്കാനും മക്കളെ കെട്ടിക്കാനും കടങ്ങളൊക്കെ നമ്മൾ വാങ്ങാറുണ്ട്. ആ കടങ്ങൾ വീടാൻ ഏറ്റവും വലിയ നേട്ടം ഈ സ്വലാത്ത് കൊണ്ട് പറ്റും. കടങ്ങൾ നീടണമെന്ന നീയത്തോടെ ഈ സ്വലാത്ത് നിങ്ങൾ പതിവാക്കി നോക്കിക്കേ. നിങ്ങളെ കടങ്ങൾ ഒരുപാട് അള്ളാഹു നിങ്ങൾക്ക് സമ്പത്തിൽ ബറക്കത്ത് തരികയും കടങ്ങൾ വീടുകയും ചെയ്യുന്നത് കാണാം. നാലാമത്തത്, ശത്രുക്കൾ പിന്മാറും. അതല്ലേ വേണ്ടത്. നമ്മുടെ കുടുംബത്തിൽ തന്നെ നമുക്ക് ശത്രുക്കളാണ്. നമ്മളൊന്ന് നന്നായ, നമ്മളൊരു വണ്ടി വാങ്ങിയ, നമ്മളൊന്ന് വീട് വെച്ച, നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടിയ അസൂയാണ്. ശത്രുക്കളാണ് നമുക്ക് ചുറ്റും. ചാരി നിൽക്കുന്ന മണ്ണിനെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത കാലാണ്. ആ ശത്രുക്കളുടെ ഉപദ്രവം മാറുമെന്നല്ല, ശത്രുക്കൾ തന്നെ നമ്മിൽ നിന്ന് പിന്മാറുമെന്നാണ് ഈ സ്വലാത്തിന്റെ
സ്വലാത്തിന്റെ പവറാണ്. അതോടൊപ്പം തന്നെ കടങ്ങൾ വീടാനും അതുപോലെ റഹ്മത്ത് പടച്ചവന്റെ കാരുണ്യം നമുക്ക് കിട്ടും. ആർക്കാണോ റബ്ബിന്റെ റഹ്മത്ത് കിട്ടിയത് ഫലം യുഅദ്ദിബുല്ലാഹു അബദ, പിന്നെ ദുനിയാവിലും ആഖിറത്തിലും പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അദാബുകൾ ഒന്നും അവന് വരൂല എന്നാണ്. അതുപോലെ അള്ളാഹുവിന്റെ ബറക്കത്ത് സമ്പത്തിൽ, ഭാര്യയിൽ, മക്കളിൽ, വീട്ടിൽ, വാഹനത്തിൽ, ജോലിയിൽ, എല്ലാത്തിലും വലിയ ബറക്കത്തുള്ള പ്രധാനിക്കും. രോഗങ്ങൾക്ക് ശിഫ അല്ല കൊടുക്കും. നല്ല മരണം എത്ര നേട്ടം ആലോചിക്കുക. രോഗങ്ങൾ മാറും, നല്ല മരണം, ആഖിബത്ത് നന്നായി മരിക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അൽഹംദുലില്ലാ, അള്ളാഹ് അങ്ങനെ തരട്ടെ. വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. പ്രിയമുള്ളവർ, ഇത്രയും നേട്ടമുള്ള അത്ഭുതത്തിന്റെ സ്വലാത്ത് പഠിക്കണ്ടേ? ഇതാണ് സ്ക്രീനിൽ കാണുന്നത്. ചൊല്ലിക്കോളീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂരിൽ ദാത്തി വസിദ്ദിസ് സാരി ഫിസാഇരിൽ അസ്മാഇ വസ്സിഫാത്ത്. ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടി കേട്ടോ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂരിൽ ദാത്തി വസിദ്ദിസ് സാരി ഫിസാഇരിൽ അസ്മാഇ വസ്സിഫാത്ത്. ഒന്നുകൂടി കേട്ടോ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂരിൽ ദാത്തി വസിദ്ദിസ് സാരി ഫിസാഇരിൽ അസ്മാഇ വസ്സിഫാത്ത്. അല്ലാഹുവിന്റെ മുഴുവൻ ദാത്തിനെയും പിടിച്ച്, നിബിതങ്ങളുടെ ദാത്തിനെ പിടിച്ച്, നിബിതങ്ങളുടെ പേരുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത്ഭുതത്തിന്റെ ഒരു എല്ലാത്തിൻ്റെയും ഒരു എന്താ പറയുക, ഒരു ക്യാപ്സൂളാണ്. എല്ലാ രഹസ്യങ്ങളും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സ്വലാത്താണ്. ഇത്രയും നേട്ടങ്ങളുണ്ടെങ്കിൽ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. അതോടൊപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ്. റബീഉൽ അവ്വലിന്റെ ആദ്യ വെള്ളിയാഴ്ച കൂടിയല്ലേ. ഉമ്മമാരെ, സഹോദരങ്ങളെ, സൂറത്തുൽ കഹഫ് നമ്മൾ മുടങ്ങരുത്. സൂറത്തുൽ കഹഫ് മുടങ്ങരുത്. വെള്ളിയാഴ്ച പ്രത്യേകിച്ച് ഒരു 300 സ്വലാത്ത് എണ്ണമാണ് മഹാരഥന്മാർ പറയുന്നത്. ഈ സ്വലാത്ത് ഒരു 300 എണ്ണം നമ്മൾ ചൊല്ലി തീർക്കണം. വലിയ നേട്ടമാണ്. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഒരു 300 എണ്ണം നിമിഷ നേരം കൊണ്ട് ചൊല്ലാലോ. അതോടൊപ്പം ജുമയുടെ സുന്നത്ത് കുളിക്കുന്ന ഏറ്റി വെക്കുക. ഗുഹ്യരോമങ്ങൾ, കക്ഷരോമങ്ങൾ അതൊക്കെ നമ്മൾ വൃത്തിയാക്കുക. ശരീരം വൃത്തിയാക്കി സൂക്ഷിക്കുക. സുന്നത്തല്ലേ അതൊക്കെ, നിബിതങ്ങൾ മാസം കൂടിയല്ലേ. അതോടൊപ്പം പള്ളികളിലൊക്കെ റബീഉൽ അവ്വലിലെ മൗലിദ് പാരായണം ഉണ്ടാവും. വെറുതെ കടത്തിണ്ണെ പോയിരിക്കല്ലേ, ജംഗ്ഷനിൽ പോയിരിക്കല്ലേ, വീട്ടിൽ വന്നിരിക്കല്ലേ. ആ സദസ്സിലൊന്ന് വന്നിരിക്കണേ. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് അല്ലേ ഉള്ളൂ. ആ മൗലിദിന്റെ സദസ്സിൽ ഇരുന്നാൽ എത്ര പ്രതിഫലം കിട്ടുമെന്നറിയോ. നിബിതങ്ങൾ നമ്മളെ കാണുമെന്നാണ്. ആ മജ്ലിസ് നമുക്ക് ഓതാനൊന്നും അറിയില്ല, സ്വലാത്ത് ചൊല്ലാൻ അറിയാലോ. അവിടെ ചെന്നിരിക്കുക, അത് ചെയ്യുക. അതോടൊപ്പം ആ പള്ളിയിൽ ആ മൗലിദിന്റെ സദസ്സ് കഴിയുമ്പോൾ ചീരണി വാങ്ങാൻ പറ്റുമെങ്കിൽ അത് വാങ്ങിക്കൊടുക്കുക. ചെറിയ എന്തെങ്കിലുമൊക്കെ മതിയല്ലോ. വലിയ പൈസ കൊടുത്ത് ബിരിയാണിയോ ചിക്കൻ അങ്ങനെ കൊടുക്കണ്ട. എന്തെങ്കിലും ചെറിയ മധുരം, അതൊരു ബറക്കത്താണ്. ഉമ്മമാരെ പായസമൊക്കെ വെച്ചിട്ട് വീട്ടിൽ നിന്ന് കൊടുത്തുവിടി. അത് വലിയ സന്തോഷമാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെ ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച പകലിന് സ്വതക്ക കൊടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ സ്വതക്ക കൊടുക്കുക. കഴിയുന്നെങ്കിൽ സ്വതക്ക കൊടുക്കുക. പാവപ്പെട്ടവരെ സഹായിക്കുക, കുടുംബബന്ധം ചേർക്കുക. പാപ്പമാരെ, സഹോദരങ്ങളെ, പള്ളിയിൽ പോകുമ്പോൾ ഖബർ സിയാറത്ത് ചെയ്യാൻ മറക്കല്ലേ. അൽഹംദുലില്ലാ, അങ്ങനെ സൽപ്രവർത്തനങ്ങളുടെ സൽപാന്താവിലേക്ക് ഇന്നത്തെ രാവിനെ പകലിനെ നമ്മൾ പരിഗണിക്കണം. അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പുണ്യ റബീഉൽ അവ്വൽ സന്തോഷിക്കണം. വീടുകളൊക്കെ തോരണങ്ങളിടാം, ലൈറ്റുകളിടാം, അതൊക്കെ സന്തോഷമാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു. അള്ളാഹ് ഭാഗ്യം തരട്ടെ. ഈ സ്വലാത്തിനെ മുറുകെ പിടിച്ചോ. അള്ളാഹു ഭാഗ്യം തരട്ടെ. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച അസർ നമസ്കാരം കഴിഞ്ഞ് ആ സദസ്സിൽ തന്നെ ഇരുന്നു കൊണ്ട് 80 വട്ടം ഈ സ്വലാത്ത് ചൊല്ലിയ. ഏത് സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹബിഹി വസല്ലം തസ്ലീമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹബിഹി വസല്ലം തസ്ലീമാ. ഈ സ്വലാത്ത് 80 വട്ടം ചൊല്ലിയാൽ 80 വർഷത്തെ പാപം അല്ലാഹ് പൊറുക്കുമെന്നാണ്. പുണ്യ റബീഉലാകുമ്പോൾ സ്വലാത്തിന്റെ മഹത്വം കൂടി കിട്ടും. അല്ലാഹ് ഭാഗ്യം തരട്ടെ. അതോടൊപ്പം തന്നെ മഹാരഥന്മാർ ചൊല്ലിയ ഇലാഹി ലസ്തുലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദൻബിൽ അലീമി. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദൻബിൽ അലീമി. ഇതൊരു തൗബയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഒരുപാട് ചൊല്ലിയിരുന്ന വാക്കുകളാണ്. ഇത് പതിവാക്കുന്നവർ വെള്ളിയാഴ്ച മാത്രമല്ല കേട്ടോ, എപ്പോഴും ചൊല്ലാം. പതിവാക്കിയാൽ പ്രിയമുള്ളവരെ തൗബയോടുകൂടിയല്ലാതെ മരണപ്പെടൂലെന്നാണ്. റബ്ബിന്റെ സ്വർഗം കണ്ട് മരിക്കാമെന്നാണ്. അല്ലാഹു ഭാഗ്യം തരട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നസീബാക്കി തന്ന ഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി നിങ്ങൾ ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദർ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം പുണ്യ റബീഉൽ അല്ലേ ഇന്ന് മുതൽ അൽഹംദുലില്ലാഹ് പ്രവാചക കഥകളാണ്, നമ്മുടെ മുൻഗാമികളുടെ ജീവിത ചരിത്രങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിലും റബീഉൽ അവ്വൽ സ്പെഷ്യലാണ്. പ്രവാചക അനുരാഗികളുടെ കഥകൾ, അത്ഭുതപ്പെടുത്തുന്ന ഇമ്പമാറുന്ന കഥകൾ, ചരിത്രങ്ങൾ കേൾക്കാൻ ബദറിൻ തീരം
ചരിത്ര കഥകൾ എന്നൊരു ചാനലുണ്ട്, ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹ് കബൂലാകട്ടെ. അതോടൊപ്പം രാത്രി 9 മണിക്ക് ബദറിൻ തീരം എന്നൊരു ആത്മീയ മജ്ലിസ്, സിബ്ബുസ്സലാത്തും മൗലിദൊക്കെ ചൊല്ലുന്ന ഒരു ആത്മീയ സദസ്സാണ്. അള്ളാഹ് കബൂലാക്കട്ടെ. ഇൻഷാ അള്ളാഹ് ഈ 3 ചാനലും നിങ്ങൾ ഏറ്റെടുക്കണം. അള്ളാഹ് കബൂലാക്കട്ടെ. പുതിയ ഒരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.